والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ കിതാബ് ത്വഹാറയിൽ വുളൂഉമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ അടുത്തത് وعن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا أول من يؤذن له بالسجود يوم القيامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനാണ് അന്ത്യനാളിൽ സുജൂദ് ചെയ്യാൻ അനുവാദം നൽകപ്പെടുന്നതിൽ ആദ്യത്തേത്. അഥവാ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളെല്ലാം ഓരോ റസൂലുകളുടെ അടുക്കൽ പോയി അവർക്ക് വേണ്ടി ശഫാഅത്ത് നടത്താൻ, വിചാരണ തുടങ്ങാൻ അള്ളാഹുവിനോടൊന്ന് ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പൊ അവരെല്ലാം വിട്ട് മാറി, അവര് ഭയപ്പാടോടുകൂടി മാറി നിന്ന് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടുക്കൽ സുജൂദ് ചെയ്യാൻ അനുവാദം ലഭിക്കുകയും അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ, ഇതുവരെ പ്രശംസിക്കാത്ത രീതിയിൽ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്ത് അള്ളാഹു തആല ശുപാർശ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് സ്വീകരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിചാരണ ആരംഭിക്കുക. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാനാണ് ആദ്യം സുജൂദ് ചെയ്യാൻ അനുവാദം ലഭിക്കുന്നവൻ. വഅന അവ്വലു മൻ യർഫഉ റഅസഹു, ഞാനായിരിക്കും ആദ്യമായി സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നവനും. ഇർഫഅ റഅസക എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. ഫഅൻദുർ ബൈന യദയ്യ ഫഅരിഫു ഉമ്മതി മിൻ ബൈനിൽ ഉമം, അങ്ങനെ ഞാൻ എന്റെ ചുറ്റും നോക്കുന്ന സമയത്ത് എനിക്ക് ബാക്കിയുള്ള ഉമ്മത്തുകളുടെ ഇടയിൽ, ബാക്കിയുള്ള സമൂഹങ്ങളുടെ ഇടയിൽ എന്റെ ഉമ്മത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വമിൻ ഖൽഫി മിസ്ലു ദാലിക്, എന്റെ പിന്നിലും അതുപോലെ ഉണ്ടാകും ഒരു വലിയ സംഘം. വഅൻ യമീനി മിസ്ലു ദാലിക്, എന്റെ വലതു ഭാഗത്തും ഉണ്ടാകും. വഅൻ ശിമാലി മിസ്ലു ദാലിക്, എന്റെ ഇടതു ഭാഗത്തും ഉണ്ടാകും. മുന്നിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് എന്റെ ഉമ്മത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും, അതുപോലെ പിന്നിലും വലത്തും ഇടത്തും എല്ലാം ഉണ്ടാകും. ഫഖാല റജുലുൻ, അപ്പോൾ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, കൈഫ തഅരിഫു ഉമ്മതക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് നിങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾക്ക് പ്രത്യേകമായി വേർതിരിച്ചറിയാൻ സാധിക്കുക? മിൻ ബൈനിൽ ഉമം, ബാക്കിയുള്ള ഉമ്മത്തുകളിൽ നിന്ന്. ഫീമാ ബൈന നൂഹിൻ ഇലാ ഉമ്മതിക്, അവിടെ നൂഹ് നബി അലൈഹിസ്സലാം, ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ നിങ്ങളുടെ ഉമ്മത്ത് വരെയുള്ള എല്ലാവരും ഉണ്ടാകുമല്ലോ. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും ഗുർറുൻ മുഹജ്ജലൂൻ, എന്റെ ഉമ്മത്ത് അവർ പ്രകാശിക്കുന്ന തിളങ്ങുന്ന അവസ്ഥയിലായിരിക്കും. മിൻ അഥരിൽ വുദൂ, വുദൂഇന്റെ അനന്തരഫലമായിക്കൊണ്ട്, വുദൂ എടുത്തതിന്റെ ഫലമായിക്കൊണ്ട് പരലോകത്ത് അവരുടെ അവയവങ്ങൾ പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും. ലൈസ ലി അഹദിൻ ദാലിക ഗൈരിഹിം, മറ്റൊരാൾക്കും അതുപോലെ ഉണ്ടാവില്ല, മറ്റൊരു സമൂഹത്തിനും അങ്ങനെ ഉണ്ടാകില്ല. വഅരിഫുഹും അന്നഹും യുഅ്തൂന കുതുബഹും ബിഐമാനിഹിം, അവരുടെ കിതാബുകൾ അവരുടെ വലത് കൈയിൽ നൽകപ്പെടുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കിതാബുകൾ വലത് കൈയിൽ നൽകപ്പെട്ട അവസ്ഥയിൽ ഉണ്ടാകും. വഅരിഫുഹും തസ്ആ ബൈന ഐദീഹിം ദുജ്ജിയതുഹും, ഞാൻ അവരുടെ കുട്ടികൾ അവരുടെ ചുറ്റുമായിക്കൊണ്ട്, ഒപ്പം ചുറ്റുമായിക്കൊണ്ട് അവരുടെ മുന്നിലൂടെ ഉണ്ടാകുന്നത് ഞാൻ കാണുകയും ചെയ്യും, അടയാളമായി ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ അവസാനം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമായി അല്ലാഹു തആല പ്രത്യേകം നൽകുന്ന ഒരു കാര്യമാണ്. അഥവാ ചെറുപ്പത്തിൽ മരണപ്പെടുന്ന ഈ ഉമ്മത്തിലെ കുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ മുൻപിലായിക്കൊണ്ട് പരലോകത്ത് ഉണ്ടാകും. വേറൊരു ഉമ്മത്തിന്റെ കൂടെയും വേറൊരു സമൂഹത്തിന്റെ കൂടെയും അവരുടെ മക്കൾ അങ്ങനെ ഉണ്ടാകില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മാത്രം നൽകിയിട്ടുള്ള പ്രത്യേകതയാണ്. അപ്പൊ ഈ അടയാളങ്ങളിലൂടെ ഞാൻ അവരെ മനസ്സിലാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട വിഷയം വുദൂഇന്റെ അനന്തരഫലമായി നാളെ പരലോകത്ത് ആ അവയവങ്ങൾ പ്രകാശിക്കുന്നതാണ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا توضأ العبد المسلم أو المؤمن, ഒരു മുസ്ലിമോ മുഅ്മിനോ അവൻ വുളു എടുക്കുകയാണെങ്കിൽ, വുളു എടുക്കുന്ന സന്ദർഭത്തിൽ ഫഗസല വജ്ഹഹു, അവൻ അങ്ങനെ മുഖം കഴുകുമ്പോൾ, ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നദറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാ, അവൻ ആ മുഖം കഴുകുമ്പോൾ തന്നെ അവനവന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള, നോക്കിയിട്ടുള്ള എന്തെല്ലാം ആ വിഷയത്തിലുള്ള പാപങ്ങളുണ്ടോ അതെല്ലാം ആ വുളു കഴുകുന്നതിലൂടെ അത് പോകുന്നതാണ്.
ആഖിരി ഖത്രിൽ മാ, അല്ലെങ്കിൽ ആ മുഖത്ത് നിന്നുറ്റുന്ന അവസാനത്തെ തുള്ളിയോടുകൂടി ആ കണ്ണുകൊണ്ട് നോക്കിയിട്ടുള്ള ചെറുപാപങ്ങൾ അത് ഒഴിവാകുന്നതാണ്. فإذا غسل يديه خرج من يديه كل خطيئة كان بطشتها يداه مع الماء أو مع آخر قطر الماء. അതല്ലെങ്കിൽ കൈകൾ കഴുകുന്ന സന്ദർഭത്തിൽ ആ കൈ കൊണ്ട് അവൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ, പിടിച്ചിട്ടുള്ള പാപങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്തിട്ടുള്ളത് അത് അതിലൂടെ കഴുകിക്കളയുന്നതാണ്, പോകുന്നതാണ്, അല്ലെങ്കിൽ അതിലെ അവസാനത്തെ തുള്ളിയിൽ നിന്ന്. فإذا غسل رجليه خرجت كل خطيئة مشتها رجلاه مع الماء ഔ മഅ ആഖിരി ഖത്രിൽ മാ. അതുപോലെ തന്നെ കാല് കഴുകുന്ന സന്ദർഭത്തിൽ ആ കാലുകൊണ്ട് അവൻ നടന്നിട്ടുള്ള എത്തിയിട്ടുള്ള പാപങ്ങൾ അത് അവന്റെ ആ കഴുകുന്നതിലോടുകൂടി അതിന്റെ അവസാനത്തെ തുള്ളിയോടുകൂടി പോകുന്നതാണ്. ഹത്താ യഖ്റുജ നഖിയ്യൻ മിനദ്ദുനൂബ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വുളു എടുത്ത് കഴിഞ്ഞതോടുകൂടി അവൻ ഏറ്റവും ശുദ്ധിയായിക്കൊണ്ട് പാപങ്ങളിൽ നിന്ന് ഒഴിവായവനായി മാറിക്കൊണ്ട്. വുദുവിന്റെ മഹത്തായിട്ടുള്ളൊരു ഫദ്ലാണത്. നമ്മൾ വുദു എടുക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു നിയ്യത്താണ്. ഓരോ വുദുവിലും നമ്മുടെ കണ്ണുകൾ കൊണ്ടും കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും എല്ലാം ചെയ്തിട്ടുള്ള ചെറിയ പാപങ്ങൾ, മൻപാപങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങണം. അതല്ലാതെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ സംഭവിക്കുന്ന ചെറിയ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു കാരണമാണ് വുദു എടുക്കുക എന്നുള്ളത്. അപ്പൊ ആ നിയ്യത്തോടു കൂടി വേണം നമ്മൾ വുദു എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടും. وعن عثمان بن عفان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت أظفاره من توضأ فأحسن الوضوء. ആരെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക പിൻപറ്റിക്കൊണ്ട് നല്ല രീതിയിൽ വുദു എടുക്കുകയാണ്, ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ ഒഴിവാകും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അദ്ഫാരിഹി, എത്രത്തോളം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അവന്റെ നഖത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് പോലും പോകുന്ന അവസ്ഥയിൽ, അഥവാ വെള്ളം ഒറ്റി വീഴുന്ന ആ നഖത്തിൽ നിന്ന് ഒറ്റി വീഴുമ്പോൾ വരെ അവന്റെ പാപങ്ങളെല്ലാം ഒഴിവാകുന്ന അവസ്ഥയുണ്ടാകും. മറ്റൊരു റിവായത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവദ്ദഅ മിസ്ല വുദൂഇ ഹാദാ. ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുദു എടുത്ത് കാണിച്ചു കൊടുത്തു ഒപ്പുണ്ടായിരുന്നവർക്ക്. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഞാൻ ഈ വുദു എടുത്ത പോലെ വുദു എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ثم قال, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തവദ്ദഅ ഹകദാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഇതുപോലെ വുദു എടുക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, അവൻ മുമ്പ് ചെയ്തിട്ടുള്ള ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും. വകാനത് സ്വലാത്തുഹു വമശ്യുഹു ഇലൽ മസ്ജിദി നാഫിലതൻ. അങ്ങനെ അവന്റെ നിസ്കാരവും അവന്റെ മസ്ജിദിലേക്കുള്ള നടത്തവും അത് ഒരു നാഫിലത്തായിട്ട്, ഒരു എക്സ്ട്രാ ആയിട്ട് അവന് ലഭിക്കുന്ന കാര്യമായി മാറും. അതായത് വുദു എടുത്തുകൊണ്ട് മസ്ജിദിലേക്ക് നടക്കുക എന്നുള്ളത് പാവം പൊറുക്കാനുള്ള ഒരു കാരണമാണ്, നിസ്കരിക്കുക എന്നുള്ളത് പാവം പൊറുക്കാനുള്ള കാരണമാണ്. അപ്പൊ വുദു തന്നെ ഏറ്റവും നല്ല രീതിയിൽ എടുക്കുമ്പോൾ അവന്റെ ചെറുപാപങ്ങളെല്ലാം പുറത്തു കിട്ടുന്നുണ്ട്. പിന്നെ മസ്ജിദിലേക്ക് നടക്കുന്നതിന്റെ പ്രതിഫലം അതിനോടൊപ്പം കൂടുന്നു, നിസ്കാരത്തിന്റെ പ്രതിഫലം അതിനോടൊപ്പം കൂടുന്നു. അപ്പോ വുദുവോടുകൂടി തന്നെ പാപങ്ങൾ ഒഴിവായിട്ട് ബാക്കിയുള്ളതെല്ലാം നാഫിലത്തായിട്ട് പ്രതിഫലം ലഭിക്കുന്നതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ ഇംറിഇൻ യതവദ്ദഉ ഫയുഹ്സിനു വുദൂഅഹു ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈന الصلاة الأخرى حتى يصليها. ആരെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ വുദു എടുക്കുക, അങ്ങനെ ആ വുദു കഴിഞ്ഞ് അവൻ നിസ്കരിക്കുന്നത് വരെ, ആ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ എന്തെല്ലാം ഉണ്ടോ അവൻ നിസ്കരിക്കുന്ന വരെയുള്ളതെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളതെല്ലാം പൊറുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതായത് വുദു എന്നുള്ളത് പാപം പുറത്തു കിട്ടാനുള്ള, പാപം പൊറുക്കപ്പെടാനുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാരണമാണ്, ഒരു അമലാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ ചെയ്യാൻ. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തത്, എങ്ങനെയാണ് ഇതിന്റെ രൂപം എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഹദീസിന്റെ ചില റിവായത്തിൽ ലാ യഗ്തറ അഹദുൻ എന്ന് വന്നിട്ടുണ്ട്.
അതായത് ഒരാളും ഇതിൽ വഞ്ചിതനാകരുത്. അതായത് വുളു എടുത്താൽ പാവം പുറത്തു കിട്ടുമെന്ന നിലക്ക് യഥേഷ്ടം പാപങ്ങൾ ചെയ്തു പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വുളുവിന്റെ ഫضിൽ നമ്മൾ പറഞ്ഞു, വുളു എടുത്താൽ പാപങ്ങൾ പുറത്തു കിട്ടും. പക്ഷെ അതൊരിക്കലും പാപം ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് വഞ്ചിതനായി പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഇതേ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഇതേ റിവായത്ത് തന്നെ വേറെയും പല രീതിയിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മൻ അതമ്മൽ വുദൂഅ കമാ അമറഹു അല്ലാഹു തആല ഫസ്സലവാതുൽ ഖംസു കഫാറത്തുൻ ലിമാ ബൈനഹുൻ. ആരെങ്കിലും പൂർണ്ണമായി വുദു എടുത്ത് 5 വക്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിനിടയിലുള്ള പാപങ്ങളെല്ലാം പൊറുക്കാൻ അതൊരു കാരണമാകും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ വുദു എന്നുള്ളത് പാപം പുറത്തു കിട്ടാനുള്ള ഏറ്റവും മഹത്തായ കാരണമാണ്. അതുകൊണ്ട് തന്നെ വുദു ശരിക്ക് പഠിക്കുകയും ആ നിയ്യത്തോടു കൂടി വുദു എടുക്കുകയും ചെയ്യാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.